സിനിമ തുടങ്ങി ആദ്യത്തെ കുറച്ച് സമയം നമുക്ക് തന്നെ തോന്നിപ്പോവും ഇത് നമ്മൾ മലയാള സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇന്ദ്രൻസ് വരുന്നു, കൂടെ അനഘ വരുന്നു, പിന്നെ സ്വാസിക വരുന്നു. ഇതിൻ്റെ കൂടെ വേറെയും കുറേ മലയാള അഭിനേതാക്കളുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ പടം കാണുമ്പോൾ മനസ്സിലാവും ഇത്രയും ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ ഇവർക്കിനി ഡബ് ചെയ്തത് മാറിപ്പോയതാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ ഒരുപാട് മലയാളം ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലെ ഒരു കോടതിയിൽ കേസ് ആരംഭിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് തമിഴ് ആർട്ടിസ്റ്റുകളിലേക്കൊക്കെ വരുന്നത്. അതിലെനിക്ക് ഇന്ദ്രൻ ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അനഘ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇതിൽ വന്നിട്ടുള്ള ഓരോ ആൾക്കാരും. പക്ഷേ അവരുടെയൊക്കെ കഴിവിൻ്റെ ഒരു 10% മാത്രമേ ഇവർ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാധാരണ ഒരു ടിപ്പിക്കൽ തമിഴ് സിനിമയിൽ കാണുന്ന വയ്യാത്തൊരച്ഛനും നീതി തേടി വരുന്നൊരു പെൺകുട്ടിയും അവരുടെ കഷ്ടപ്പാട്, ദൈന്യത ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥിരം പരിപാടികൾ തന്നെയാണ് ഇന്ദ്രൻ ചേട്ടൻ അവിടെ കൊണ്ടുപോയി ചെയ്യിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു മലയാളിയായിട്ടാണ്. അപ്പം മലയാളത്തിൽ അവർ തമിഴിൽ പറയുമ്പോൾ ഭയങ്കര അയ്യോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓവറായിട്ട്, ജയറാമേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ കുറച്ച് ഓവറായിട്ടുള്ള സാധനമൊക്കെ ഇന്ദ്രൻ ചേട്ടൻ നമ്മുടെ ഇവിടുത്തെ തന്നെ ആ ഒരു സ്കെയിലിൽ ചെയ്യുമ്പോഴേ എനിക്ക് ആ സിനിമ തമിഴ് സിനിമയാണ്, അതിൻ്റെ മൊത്തം സെറ്റപ്പും അത്. പക്ഷേ ഡബ്ബിങ്ങും ഡയലോഗ് ഡെലിവറിയും എക്സ്പ്രഷനും ഒക്കെ കൾച്ചറലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഇമോഷണൽ സാധനം അങ്ങോട്ട് കിട്ടുന്നില്ല. സിനിമയുടെ തുടക്കത്തിൽ ഇവർ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് നീതി കിട്ടണമെന്ന് നമുക്ക് എവിടെയൊക്കെയോ തോന്നി തുടങ്ങും. മൊത്തം സിനിമയുടെ 4-1 5-1 എന്നൊക്കെ പറയാവുന്ന അത്രയും ഭാഗം മാത്രമാണ് ഇന്ദ്രൻ ചേട്ടനും അനഘയൊക്കെ ഉള്ളത്. അവർക്കൊരു എന്താ പറയുക, പറഞ്ഞു വരുമ്പോൾ കഥ പറച്ചിലൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഒരുപാട് കടക്കുന്നില്ല. അത് ഭയങ്കര ഒരു വല്ലാത്തൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിപ്പോയി. മലയാളത്തിലെ പ്രൂവൺ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒരു 10% പോലും ഉപയോഗിച്ചില്ല എന്ന് പറയുന്നൊരു പരിഭവം പറയുമ്പോഴും നല്ല പെർഫോമൻസുകൾ കണ്ടു എന്ന് പറയുന്ന ഒരു ആശ്വാസം കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിനകത്ത് പേരില്ലാത്ത ഒരാളുണ്ട്, ഗോസ്റ്റ് ആയിട്ടാണ് അയാളെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, പെയ് എന്നാണ്. പക്ഷേ പുള്ളി അടിപൊളിയായിരുന്നു. അതുപോലെ കുറേ കുഞ്ഞു ചെറിയ വേഷങ്ങളിൽ വന്നു പോയ നല്ല പെർഫോമേഴ്സ് ഉണ്ടായിരുന്നു. മേജർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയാൻ നമുക്കിപ്പോൾ സൂര്യയുണ്ട്, ബാലാജിയുണ്ട്, പിന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ സൂര്യയും ബാലാജിയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരുടെയും അധികമൊന്നും ഉപയോഗിച്ചില്ല. പക്ഷേ ബാക്കി അവരുടെയൊക്കെ ഒരു 10-15% മുകളിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ ഉപയോഗിക്കണമെന്നൊരു ആഗ്രഹവും തിരക്കഥയ്ക്കില്ലായിരുന്നു. അതൊരു സങ്കടമാണ്. ബേസിക്കലി മൂക്കുത്തി അമ്മനൊക്കെ പോലെ ഈ ഗോഡ് വേഴ്സസ് ഹ്യൂമൻ എന്ന് പറയുന്ന ആ ഒരു പരിപാടിയൊക്കെ തന്നെയാണ്. അവിടെ മൂക്കുത്തിയമ്മനാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുളകരച്ച കറുപ്പനാണ്. പക്ഷെ ആ ഒരു സെഗ്മെൻറ്റിൽ സൂര്യയെ കൊണ്ട് അവതരിപ്പിക്കുന്നത് ഒരുപാട് ചുവന്ന കളറും മുളകും പരിപാടിയൊക്കെ ആയിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു, സ്റ്റൈലായിരുന്നു. പക്ഷേ അവിടെയും എനിക്ക് മിസ് ചെയ്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഇടി നമ്മൾ കാണുന്നില്ല. സൂര്യ ഇങ്ങനെ നടക്കുന്നു, വീശുന്നു, അരയ്ക്കോ തെറിച്ചു പോകുന്നു, എന്തൊക്കെയോ പൊങ്ങിപ്പോകുന്നു. നമുക്ക് ആ പഞ്ച് ഫീൽ ചെയ്യണമല്ലോ, ആ ഫൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രതയൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു കൊറിയോഗ്രഫി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കുറേയും കൂടി വേണമായിരുന്നു എന്നാണ് തോന്നിയത്. പിന്നെ ദൈവം എന്നൊക്കെ പറയും, പക്ഷേ ഇതെന്തോന്ന് ദൈവം, അതിർത്തിയൊക്കെ തിരിച്ച്. പിന്നെ എനിക്ക് RJ ബാലാജിയോട് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദൈവം ഒരു സ്ഥലത്തിരിക്കുമ്പോൾ പുള്ളിക്ക് ഒരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സർക്കിളായിട്ടാണ് ഇവർ ഈ കാണിക്കുന്നത്. പക്ഷേ അങ്ങനെ സർക്കിളായിട്ട് നമ്മൾ ദൈവത്തിന് അതിര് തിരിക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു 4 സർക്കിൾ അടുപ്പിച്ച് വെച്ചാലേ അതിൻ്റെ നടുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഇത്രയും ഏരിയ ഒരു കറുപ്പനും കിട്ടാതായിപ്പോൾ. അപ്പോൾ നിങ്ങൾ കറുപ്പിന് സ്പേസ് കൊടുക്കുമ്പോൾ സ്ക്വയറായിട്ട് കൊടുക്കുകയാണെങ്കിൽ പരമാവധി ഏരിയ കറുപ്പന്മാർക്ക് കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഒക്കെ കുറച്ച് ഏരിയ നമ്മൾ വിട്ടു കൊടുക്കുന്നത് പോലെ ആയിപ്പോൾ. അങ്ങനത്തെ കുറച്ച് ലോജിക്കൽ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റാതായി പോകുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ എലമെൻറ്റുകളുണ്ട്. അതിന് കുറച്ച് ന്യായീകരണങ്ങളും ഉണ്ട്. പക്ഷേ മ്യൂസിക്കലി ഈ ഞാൻ പറഞ്ഞില്ലേ, കറുപ്പിൻ്റെ ഫൈറ്റിൽ കുറച്ചും കൂടിയൊക്കെ സാധനങ്ങൾ വേണമായിരുന്നു എന്ന് തോന്നുമ്പോൾ പോലും ആ മ്യൂസിക് നല്ല വൈബിൽ സെറ്റായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ കുറച്ച് തീയും ചുവന്ന കളറൊക്കെ വെച്ചുകൊണ്ട് ഒരു കുറേ എഫക്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഓളത്തിൽ ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ നമുക്ക് കണ്ടിരിക്കാം. പ്രത്യേകിച്ച് ഒരു സൂര്യ ഫാനിനെ സംബന്ധിച്ച് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു മാസ് മസാല എൻ്റർടൈനർ എന്ന രൂപേണയുള്ള ഒരു സിനിമയിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണുമ്പോൾ അത് നല്ല സുഖമുള്ള പരിപാടിയാണ്.